ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ്, വി എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് നെക്സോൺ ആണ്. ഇത് നെക്സോണിൻ്റെ തന്നെ വാല്യൂ ഫോർ മണി ആയിട്ട് പറയാൻ പറ്റിയ വേരിയൻ്റാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. പ്യുർ പ്ലസ് എസ് എന്നതാണ് ഈ വേരിയൻറ്റ് വരുന്നത്. ഡീസലിലും പെട്രോളിലും നമുക്ക് ഈ വാഹനം അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഡീസലിലും പെട്രോളിലും നമുക്ക് ഓട്ടോമാറ്റിക് ഈ വാഹനം വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, ഇലക്ട്രിക്കിലും നമുക്ക് നെക്സോൺ അവൈലബിൾ ആണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ. ഡീസൽ, പെട്രോൾ, ഇലക്ട്രിക് തുടങ്ങിയ എല്ലാ ഫ്യൂൽ ഓപ്ഷൻസിലും ഈ വാഹനം നമുക്ക് അവൈലബിൾ ആണ്. അത് ഒരു പ്രത്യേകത തന്നെ എടുത്തു പറയാം. കാരണം പല ബ്രാൻഡ്സിലും ഡീസൽ മോഡൽ ഇല്ല. പക്ഷേ ടാറ്റയിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം ഏറ്റവും ഹാഷ് ബാക്ക് ആയ ആൾട്രോസ് എടുത്താൽ പോലും നമുക്ക് ഡീസൽ ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെയാണ് നെക്സോണിൻ്റെ കാര്യത്തിലും ഇലക്ട്രിക്കും ഡീസലും എല്ലാ ഓപ്ഷൻസും നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഏറ്റവും ബേസ് മോഡലിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു 975 റേഞ്ചിലാണ് ഓൺ റോഡ് പ്രൈസ് നെക്സോണിൻ്റെ ഏറ്റവും ബേസ് മോഡലിൽ വരുന്നത്. ഏറ്റവും ബേസ് മോഡലിൽ നമുക്ക് ഡീസൽ ഓപ്ഷൻ അവൈലബിൾ അല്ല. സെക്കൻഡ് വേരിയൻറ്റ് മുതലാണ് നമുക്ക് ഡീസൽ ഓപ്ഷൻ വരുന്നത്. ഈ ഒരു വേരിയൻറ്റ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു, പ്യുർ പ്ലസ് എസ് എന്നതാണ് ഈ ഒരു വേരിയൻറ്റ് വരുന്നത്. 1175 റേഞ്ചിലാണ് പെട്രോളിന് ഓൺ റോഡ് പ്രൈസ്. പെട്രോൾ മാനുവലിന് വരുന്നത്. അതിൻ്റെ തന്നെ ഓട്ടോമാറ്റിക് ആണെങ്കിൽ 1290 റേഞ്ചിലും നമുക്ക് ഓൺ റോഡ് പ്രൈസ് ഈ കിടക്കുന്ന വാഹനത്തിൻ്റെ പെട്രോൾ ഓട്ടോമാറ്റിക്കിന് വരുന്നുണ്ട്. ഡീസലുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഡീസലാണെങ്കിൽ 13,25,000 രൂപയാണ് ഡീസൽ മാനുവലിന് ഓൺ റോഡ് പ്രൈസ് നമുക്ക് വരുന്നത്. അതിന് തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾ കടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 14,10,000 ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട്. അതാണ് ഈ വാഹനത്തിൻ്റെ 4 ഓപ്ഷൻ. അതായത് പെട്രോൾ മാനുവൽ, ഡീസൽ മാനുവൽ, പെട്രോൾ ഓട്ടോമാറ്റിക്, ഡീസൽ ഓട്ടോമാറ്റിക് തുടങ്ങിയ 4 ഓപ്ഷൻസിൻ്റെ വില വരുന്നത്. ഒരു 10 ലക്ഷം രൂപ ബഡ്ജറ്റാണ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു നെക്സോൺ എന്ന മോഡൽ നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. ഇപ്പോൾ 10 ലക്ഷം ബഡ്ജറ്റിലേക്ക് വന്നാൽ EV മോഡൽസും നമുക്ക് അവൈലബിൾ ആണ്. ടിയാഗോയുടെ ഒരു സെക്കൻഡ് വേരിയൻറ്റ് വേണം നോക്കാം, അതല്ലെങ്കിൽ പഞ്ചിൻ്റെ ഏറ്റവും ബേസ് മോഡൽ നോക്കാം. അങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് ആ ഒരു ബഡ്ജറ്റിനുള്ളിൽ 10 ലക്ഷം എന്ന ബഡ്ജറ്റിൽ നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനാൻസിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഒരു പെർലാക്ക് നമുക്കൊരു 1700 റേഞ്ച്, പെർലാക്ക് EMI 1700 റേഞ്ച് ആയിരിക്കും. ഒരു 1175 വണ്ടിയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു 90% ആയിരിക്കും നിങ്ങൾക്ക് ലോണായിട്ട് കിട്ടുക. ഒരു 1 അല്ലെങ്കിൽ ഒരു 120 റേഞ്ചിലൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ഏകദേശം വേണ്ടി വരും. ഈ വാഹനം ഒരു 120, 130 റേഞ്ചിൽ എന്തായാലും ഡൗൺ പേയ്മെൻറ്റ് ഇതിൻ്റെ ഒരു പെട്രോൾ മാനുവൽ ആണെങ്കിൽ വേണ്ടി വരും. പെർലാക്ക് ഒരു 1700 റേഞ്ചിൽ നിങ്ങൾക്ക് 7 വർഷത്തേക്ക് ഫിനാൻസ് സൗകര്യം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഒന്ന് കണക്കൂട്ടി നോക്കുക. ഒരു 10 ലക്ഷമാണ് EMI ഇടുന്നത് എന്നുണ്ടെങ്കിൽ എത്രയാണ്? ഒരു 17 റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് ഒരു EMIയും കാര്യങ്ങളും ഒരു 17 റേഞ്ചിലൊക്കെ ആയിരിക്കും ഒരു ഏകദേശം ഒരു EMIയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നത്. അപ്പോൾ വേറെ ഒന്നുമില്ല EMI കുറിച്ചൊക്കെ പറയാനായിട്ട്. ഇനി ഫീച്ചേഴ്സിലേക്ക് വരാം. ഫീച്ചേഴ്സിലേക്ക് ഒരു സമയത്ത് മോശമല്ലാത്ത രീതിയിൽ ഫീച്ചേഴ്സും കാര്യങ്ങളും വാഹനത്തിനുള്ളിൽ കമ്പനി നൽകിയിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് ചെയ്യുക. 1-2 കാര്യങ്ങൾ പലോയോ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ വേണമെങ്കിൽ ചെയ്യുക. ഈ ഒരു കളറും കൊള്ളാം, നല്ല രസമുണ്ട്. ഡുവൽ ടോൺ ഒന്നുമല്ല, സിംഗിൾ ടോൺ തന്നെയാണ്. ഒരു പട്ടി, ഇവിടുത്തെ പട്ടിയാണ്, യാർഡിലെ പട്ടിയാണ്, അങ്ങ് പൊക്കോട്ടെ. അപ്പം ഡിസൈനിലേക്ക് നമുക്ക് വീണ്ടും വരാം. അപ്പോൾ ഈ ഒരു പോർഷനിൽ തന്നെ DR നൽകിയിട്ടുണ്ട്. അവിടെ തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്ററും വരുന്നത്. ജസ്റ്റ് ഞാനൊന്ന് കത്തിച്ചിട്ടെന്നുള്ളത് എങ്ങനെയാണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് താഴ്ഭാഗത്തായിട്ട് LED എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ നൽകിയത്. പോർട്രേറ്റ് ടൈപ്പ് ഒന്നുമല്ല, LED എല്ലാം യൂണിറ്റാണ് വാഹനത്തിൽ വരുന്നത്. ഫോഗ് ലാമ്പിൻ്റെ ഒരു സ്ലോട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് അത് ചെയ്താൽ മതി. പിന്നെ ആ ഒരു ഗ്രില്ലിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ക്ലോസ്ഡ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ആ ഒരു ഗ്രിൽ യൂണിറ്റൊക്കെ നൽകിയിട്ടുള്ളത്. നല്ല പിയാനോ ബ്ലാക്ക് ഫിനിഷ്, നല്ല ഗ്ലോസി ഫിനിഷിൽ തന്നെ ആ ഒരു ഗ്രിൽ യൂണിറ്റ് വരുന്നുണ്ട്. ടാറ്റയുടെ ലോഗോ സെൻറ്ററിലായിട്ട് വളരെ മനോഹരമായിട്ട് തന്നെ പ്ലേസ് ചെയ്തു. താഴ്ഭാഗത്തായിട്ട് എയർ ഡാമിൻ്റെ യൂണിറ്റ് കാണാം. അത് നല്ല വലിപ്പത്തിൽ തന്നെ നല്ല എയറിൻ്റെയൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു എയർ ഡാം യൂണിറ്റ് കമ്പനി ആ ഒരു ഫ്രണ്ട് പൊസിഷൻ നൽകിയത്. ഓവറോൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ടാറ്റയുടെ വാഹനം നമ്മൾ ആ ഒരു ട്രൈയാരോ ഡിസൈൻ പാറ്റേൺ നമ്മൾ പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഈ ഒരു ഹുഡിൻ്റെ പൊസിഷൻ നോക്കിയാൽ നമുക്ക് ആ ഒരു ട്രൈയാരോ ഡിസൈൻ പാറ്റേൺ ആണ് ഈ ഒരു സൈഡിലും ആ ഒരു എഡ്ജിലും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ സൂക്ഷിച്ച് നോക്കിയെങ്കിൽ മാത്രം നമുക്ക് ഒരു ട്രൈയാരോ ഡിസൈൻ പാറ്റേൺ അറിയാനായിട്ട് പർട്ടിക്കുലർ ഡുവൽ വൈപ്പറും കാര്യങ്ങളും എല്ലാ വാഹനത്തിലും അങ്ങനെ തന്നെ. ഡുവൽ വൈപ്പറൊക്കെ തന്നെ അപൂർവം ചില വാഹനങ്ങളിലുള്ള സിംഗിൾ വൈപ്പറൊക്കെ വരുന്നത്. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. വാഷർ നോസിലൊക്കെ ഡുവൽ തന്നെ നൽകിയിട്ടുണ്ട്. അവിടുന്ന് സൈഡിലേക്ക് വരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ സൈഡ് പ്രൊഫൈൽ. ഇപ്പോൾ സൈഡ് പ്രൊഫൈൽ നമുക്കൊരു പോരായ്മയായിട്ട് എന്തെങ്കിലും പറയണം എന്ന് ചോദിക്കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുന്നത് അലോയ് വീൽ ഇല്ല എന്നൊരു പോരായ്മ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. വീൽ കപ്പാണ് നൽകിയിട്ടുള്ളത്. നല്ല സിൽവർ ഫിനിഷിൽ വരുന്ന വീൽ കപ്പാണ്. 16 ഇഞ്ചാണ് ഇതിൻ്റെ ടയർ സൈസ്. 195/60 R16 ആണ് ടയർ പ്രൊഫൈൽ. ക്ലാഡിങ്സും കാര്യങ്ങളൊക്കെ സൈഡ് പോർഷനിൽ നല്ല രീതിയിൽ തന്നെ നൽകിയിട്ടുണ്ട്. റൂഫ് റെയിൽ നമുക്ക് അവൈലബിൾ ആണ് ആ ഒരു സൈഡ് പോർഷനിലായിട്ട്. അതൊരു സിൽവർ ഫിനിഷിലുള്ള റൂഫ് റെയിലാണ്. അത്യാവശ്യം ഫംഗ്ഷനിങ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. വെയിറ്റ് ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. എന്നാലും ഫംഗ്ഷനിങ് തന്നെയാണ്. വെയിറ്റ് ക്യാരി ചെയ്യാൻ പറ്റില്ല എന്നൊരു ഓപ്ഷൻ ഇവിടെ ഒന്നും എഴുതിയിട്ടില്ല. ചില വാഹനങ്ങളിൽ അങ്ങനെ എഴുതാറുണ്ട്, ചില വാഹനങ്ങൾ വെയിറ്റ് കയറ്റരുത് എന്നുള്ളത്. പിന്നെ നമുക്ക് ആ ഒരു മിററൊക്കെ നോക്കിയാൽ പിയാനോ ബ്ലാക്ക് ഫിനിഷിലാണ് ആ ഒരു മിറർ യൂണിറ്റ് വരുന്നത്. അവിടെ തന്നെ ടേൺ ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്. കീലെസ് എൻട്രി ഓപ്ഷൻ ഈ വേരിയൻറ്റിൽ നമുക്ക് വരുന്നില്ല. ബോഡി കളർ തന്നെയാണ് ഡോർ ഹാൻഡിൽസ് ഒക്കെ വരുന്നത്. സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഫിനിഷ്, ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. B പില്ലറും അതേപോലെ A പില്ലറും ബ്ലാക്ക് ഫിനിഷിൽ തന്നെ വരുന്നുണ്ട്. സൺറൂഫ് ഓൾറെഡി വാഹനത്തിൽ അവൈലബിൾ ആണ്. പിന്നെ കുറച്ച് ക്ലാഡിങ്സ് ഒക്കെ ഈ ഒരു ഡോർ പാഡിലൊക്കെ ആയിട്ട് കുറച്ച് ക്ലാഡിങ്സും അത്യാവശ്യം നല്ല ക്യാരക്ടർ ലൈൻസും ഒക്കെ നമുക്ക് സൈഡിലായിട്ട് കാണാം. 6 എയർ ബാഗ് ഈ വാഹനത്തിൽ നമുക്ക് നൽകിയിട്ടുണ്ട്.
വാഹനത്തിൻ്റെ റിയർ പ്രൊഫൈൽ. അപ്പോൾ റിയർ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഫ്രണ്ടിലും ആ ഒരു സൈഡ് പൊസിഷനിലൊക്കെ കണ്ട ആ ഒരു ഡിസൈൻ, ആ ഒരു ഏകദേശം ഒരു പാറ്റേൺ തന്നെയാണ് റിയർ പ്രൊഫൈലിലും വന്നത്. ഡിഫോഗൽ അതിന് റിയർ വൈപ്പറൊന്നുമില്ല, ഹിഡനായിട്ടൊന്നും വൈപ്പറൊന്നും വെച്ചിട്ടില്ല, ഷാർഫിൻ ആൻറ്റിനെയാണ് നൽകിയിട്ടുള്ളത്. കാരണം സൂര്യൻ അവിടെ നിന്നാണ് കുറച്ച് ഇങ്ങോട്ട് അടിക്കുന്നത്, ചിലപ്പം വെട്ടത്തിൻ്റെ ഒരു പ്രശ്നം വരാം, അത് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട. എന്നാലും എനിക്കൊന്ന് വീഡിയോ കുറച്ച് ക്ലിയർ ആയിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ടാറ്റയുടെ ലോഗോയും നെക്സോണിൻ്റെ ഒരു ബ്രാൻഡിങ്ങും വരുന്നുണ്ട്. റിവേഴ്സ് ക്യാമറ ഈ വേരിയൻറ്റിൽ നൽകിയിട്ടുണ്ട്. ആ ടെയിൽ ലാമ്പിൻ്റെ ഡിസൈൻ പരന്ന കൊള്ളാം, നല്ല കണക്റ്റഡ് ആയിട്ട് പോകുന്ന രീതിയിലും LED-യിലുമാണ് നൽകിയിട്ടുള്ളത്. ഇവിടുത്തെ പട്ടി എന്ന് തോന്നുന്നു കേട്ടോ, ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയിടം തൊട്ട് ഇവൻ ഞങ്ങളോട് ഇങ്ങനെ നിൽക്കുമോ, കറങ്ങി. അപ്പോൾ ഇനി പട്ടി നിൽക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ആരും അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നണ്ട. പൊക്കോ. അപ്പോൾ വീണ്ടും തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ല. അതായത് ബൂട്ട് തുറക്കാനായിട്ട് പ്രത്യേകിച്ച് ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. പ്രത്യേകിച്ച് ഈ ഒരു കീക്കകത്ത് പ്രത്യേകിച്ച് അങ്ങനെ ഓപ്ഷൻസ് ഒന്നും നൽകിയിട്ടില്ല. ഇവിടെ കീ ഇട്ട് തുറക്കാനുള്ള ഓപ്ഷനും ഒന്നും തന്നെ വരുന്നില്ല. അപ്പോൾ എന്താണ്, അപ്പോൾ നമ്മൾ അകത്ത് പോയി ഓപ്പൺ ചെയ്യുക എന്നത് മാത്രമേ വരുന്നുള്ളൂ. അകത്തൊരു ബട്ടൺ നൽകിയിട്ടുണ്ട്, ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ആണ് ഇവിടെ ആയിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് അതൊന്ന് പ്രസ് ചെയ്താൽ മതി, അത്രയേ ഉള്ളൂ കാര്യം. ബൂട്ട് അവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു രീതിയിൽ വരുന്നുള്ളൂ. ജസ്റ്റ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആണ് ഈ ഒരു പോർഷനിലായിട്ട് സെൻസറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, ബട്ടനോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ആ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ നമുക്കിത് ഓപ്പൺ ചെയ്യാനായിട്ട്. അതൊരു പോരായ്മയായിട്ട് തോന്നി. ഒന്നൊരു കീ ഇട്ടെങ്കിലും തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, കാര്യം അത് ബുദ്ധിമുട്ട് വരത്തില്ല. ബെഞ്ച് ഫോൾഡിംഗ് ആണ് വരുന്നത്, 60/40 സ്പ്ലിറ്റിങ്ങോ കാര്യങ്ങളൊന്നുമല്ല. പാർസൽ ട്രേ വേണമെങ്കിൽ എക്സ്ട്രാ ആഡ് ഓൺ ആയിട്ട് വാങ്ങി വെക്കുക. സ്പെയർ ടയർ വരുന്നുണ്ട്. കാണിക്കാൻ കാര്യം ഇപ്പോഴത്തെ പല വാഹനങ്ങളും സ്പെയർ ടയർ ഇല്ല എന്നതുകൊണ്ടാണ് പ്രത്യേകം നമ്മളിത് ഓപ്പൺ ചെയ്ത് നോക്കുന്നത്. ജാക്കും കാര്യങ്ങളൊക്കെ അതിനുള്ളിലായിട്ട് വെച്ചിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല പറയാനായിട്ട്. ഹുക്സും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. 3 കിലോ ഒക്കെ ക്യാരി ചെയ്യാം എന്നാണത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നേരെ നടന്ന് അകത്തേക്ക് വരാം. അപ്പോൾ ഓൾറെഡി കീ ഞാൻ കാണിച്ചു. ഇതാണ് കീ വരുന്നത്. ഇപ്പോൾ 2 കീയിലും സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊന്നും വരുന്നില്ല, ഒറ്റ കീയിൽ മാത്രമേ നൽകിയിട്ടുള്ളൂ. ലോക്ക് അൺലോക്ക് ഫോളോ മീ ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു ഈ ഒരു ലൈറ്റിൻ്റെ ഓപ്ഷൻ നൽകിയിട്ടുള്ളത്. അതിൻ്റെ തന്നെയാണ് തോന്നുന്നു, പറയേണ്ട കാര്യമില്ല, അതിൻ്റെ തന്നെ ആണ്. അകത്തേക്ക് ഇരിക്കാം. ജസ്റ്റ് കീ ഒന്ന് ഇട്ടേക്കാം. സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം തന്നെയാണ്. സ്റ്റിയറിംഗ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. പിന്നെ അകത്തേക്ക് വരുന്ന സമയത്ത് ബാക്കി ഡോർ പാഡ് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. അത്യാവശ്യം സ്റ്റോറേജ്, അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് ആ ഒരു ഡോർ പാഡിൽ നൽകിയിട്ടുണ്ട്. 4 ഡോർ പവർ വിൻഡോ വരുന്നുണ്ട്. മിറർ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻസോ കാര്യങ്ങളോ ഒന്നും ഓക്കെ ഇതാണ് ഇവിടെ ആയിട്ട് നൽകിയിട്ടുണ്ട്. ഫോൾഡിംഗ് ഓപ്ഷനും കൺട്രോളിംഗ് ഈ ഒരു പോർഷനിലാണ് നൽകിയിട്ടുണ്ട്, ആ ഒരു പോർഷനിൽ നൽകിയിട്ടില്ല. അത്യാവശ്യം ഗ്ലോസി എലമെൻറ്റും ഒക്കെ നൽകിയിട്ട് റിഫ്ലക്ടറും ഒക്കെ ആ ഒരു പോർഷനിലാണ് നൽകിയിട്ടുള്ളതായിട്ട് കാണാം. അത്യാവശ്യം കമാൻഡിൽ കളറുള്ള പൊസിഷൻ തന്നെ കിട്ടും. ഇനി ബാക്കി കാര്യങ്ങൾ അകത്തേക്ക് കയറിയതിനു ശേഷം ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് വരുന്നത്. അത്യാവശ്യം ഒരു പ്രീമിയം ഇന്ത്യയിൽ തന്നെ വേണമെങ്കിൽ പറയാം. ഒരുപാട് കളർ കോമ്പിനേഷൻസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഫീച്ചേഴ്സോട് കൂടി അത്യാവശ്യം നമുക്കൊരു പ്രീമിയം ഫീലൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു സ്റ്റിയറിംഗ് വീലിലേക്ക് തന്നെ വരാം. ഇപ്പോൾ ടാറ്റയുടെ വാഹനങ്ങളൊക്കെ വരുന്നത് നിങ്ങൾക്ക് അറിയാം, ഈ ഒരു സെയിം സ്റ്റിയറിംഗ് വീൽ, ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് സ്റ്റിയറിംഗ് വീലും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. അതിനകത്ത് കൺട്രോൾസ് ഒക്കെ ക്രൂയിസ് കൺട്രോൾ നമുക്ക് ഈ ഒരു വേരിയൻറ്റിൽ നമുക്ക് അവൈലബിൾ അല്ല. ആ ഒരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഈ ഒരു പോർഷനിലായിട്ടാണ് പ്ലേസ് ചെയ്തത്. ടാറ്റയുടെ ലോഗോ കാണാം. അപ്പോൾ നമ്മൾ താക്കോൽ ഓഫ് ചെയ്യുന്ന സമയത്ത് അത് പോകുന്ന രീതിയിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത്. അത് ഇവിടെ നമുക്കൊരു കൺട്രോൾ നൽകിയിട്ടുണ്ട്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വരുന്ന സമയത്ത് ഫുള്ളി ഡിജിറ്റലാണ് വാഹനത്തിൻ്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ വരുന്നത്. നേരത്തെ ഡിസൈൻ പാറ്റേൺ കൊണ്ട് വലിയ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു തീമൊക്കെ മാറി എന്ന് മാത്രമേ ഉള്ളൂ. ഫുള്ളി ഡിജിറ്റൽ തന്നെ നൽകിയിട്ടുണ്ട്. വളരെ അങ്ങ് എന്താ പറയുക മികച്ചതൊന്നും പറയാൻ പറ്റില്ല. വളരെ എന്താ പറയുക ലൈറ്റ് ആയിട്ടുള്ളതും അതായത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ പാറ്റേൺ ആണ് നൽകിയിട്ടുള്ളത്. ഡ്രൈവ് മോഡ്സ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ നമുക്ക് കാണിച്ചു തരാം. ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം നൽകിയിട്ടുള്ളത് കാണാം. അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളത് തന്നെയാണ്. റിവേഴ്സ് ക്യാമറ നമുക്ക് അവൈലബിൾ ആണ്. ഈ ഒരു രീതിയിലാണ് അതിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ നൽകിയിട്ടുള്ളത്. ഞാൻ ഓൾറെഡി പറഞ്ഞു നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ആ ഒരു വ്യൂ കണ്ട നല്ല HD മികവോടുകൂടി തന്നെ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. നല്ലൊരു കാര്യം, നല്ലൊരു വ്യൂ തന്നെ നമുക്ക് ആ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റത്തിൽ കിട്ടുന്നുണ്ട്. AC-യുടെ കൺട്രോൾസ് കാണാം. മാനുവൽ വേണം AC കാര്യങ്ങൾ കൺട്രോൾ ചെയ്യണം. ഇതാണ് നമ്മുടെ ബൂട്ട് ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ. 6 സ്പീഡാണ് വാഹനത്തിൻ്റെ ഗിയർ ബോക്സ് വരുന്നത്. ഇതിപ്പോൾ നിലവിൽ പെട്രോൾ വാഹനമാണ് ഈ കിടക്കുന്നത് നമ്മളിപ്പോൾ എടുത്തേക്കുന്നത്. ചാർജിങ് സോക്കറ്റൊക്കെ നൽകിയിട്ടുണ്ട്. 12 വാട്ട്സും ഫാസ്റ്റ് ചാർജിങ് സോക്കറ്റും ഒക്കെ വരുന്നുണ്ട്. സെൻഡ് പോർഷനിലായിട്ട് നമുക്ക് ആംറസ്റ്റും അത്യാവശ്യം സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുള്ളത് കാണാം. സ്റ്റോറേജ് സ്പേസിനെ കുറിച്ച് ഇതിനകത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമില്ല. അത്യാവശ്യം നല്ല സ്പേസ് തന്നെ ഇതിനുള്ളിൽ വരുന്നുണ്ട്. ഡ്രൈവ് മോഡ്സിൻ്റെ കൺട്രോൾ കാണാം. സിറ്റി, എക്കോ, സ്പോർട്ട് എന്നീ ഡ്രൈവ് മോഡ്സ് ആണ് വരുന്നത്. ഹാൻഡ് ബ്രേക്കിൻ്റെ കൺട്രോളൊക്കെ നൽകിയിട്ടുള്ളതുകൊണ്ട് അവിടെയായിട്ട് നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ സീറ്റിൻ്റെ ഒരു ഡിസൈൻ പാറ്റേണും ഒക്കെ നല്ല രസമാണ്. 6 എയർ ബാഗ് തന്നെ ഈ വാഹനത്തിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ അഡ്ജസ്റ്റബിൾ ആണ് ഹെഡ് റെസ്റ്റ്, റിയർ സൈഡിലും അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റ് തന്നെ നൽകിയിട്ടുണ്ട്. ഡോർ പാഡ് ആ ഒരു പോർഷനിൽ നോക്കിക്കഴിഞ്ഞാലും പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല പറയാം. സ്റ്റോറേജ് സ്പേസ് എടുത്ത് പറയേണ്ടത് മാസീവ് ആയിട്ടുള്ള സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട്. ടോപ്പിലേക്ക് നോക്കിയാൽ മിറർ ഓപ്ഷൻ വരുന്നുണ്ട്, ലൈറ്റ് നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഡമ്മി കൺട്രോൾസ് ആണ്. ഇവിടെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടൊന്നുമില്ല. ഇവിടെ എന്താ പറയുക പിന്നെ സൺറൂഫിൻ്റെ കൺട്രോൾ കണ്ടോ, സൺറൂഫ് നൽകി 1 ടച്ച് ആയിട്ട് തന്നെ ഓപ്പൺ ആക്കാനും ക്ലോസ് ആക്കാനും നമുക്ക് സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ തന്നെ അടയ്ക്കണം, വേറെ ആരും വരില്ല അടയ്ക്കാനായിട്ട്. ഇത് മാനുവലി കൺട്രോൾ ചെയ്യാം.
അപ്പോൾ ഓവറോൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നീറ്റായിട്ടുള്ളൊരു വാഹനം തന്നെയാണ് ഈ കിടക്കുന്നത്. എന്താ പറയുക, അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. സ്റ്റിയറിംഗ് ഒക്കെ നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ ഓൾറെഡി കാണിച്ചു. ഇവിടെയായിട്ട് വൈപ്പറിൻ്റെ കൺട്രോളും ഇവിടെയായിട്ട് ലൈറ്റ്സിൻ്റെ കൺട്രോളുമാണ് നൽകിയിട്ടുള്ളത്. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. ഇനി റിയർ സൈഡും എഞ്ചിനോട് നോക്കിയിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഈ സീറ്റിന് അത്യാവശ്യം പുറകിലേക്കാണ് ഇട്ടത്. കാരണം വേറെ ഒന്നുമല്ല, എനിക്ക് വീഡിയോ എടുക്കേണ്ട ഒരു കംഫോർട്ടിന് വേണ്ടിയിട്ട്. തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്, അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. നല്ല തൈ സപ്പോർട്ട്, അത് ഇരിക്കുമ്പോൾ ഞാൻ ചുമ്മാ പറയുന്നതല്ല, നല്ല തൈ സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എനിക്ക് തൈ സപ്പോർട്ട് കുറച്ച് കൂട്ടിയിട്ടുണ്ട് പുതിയ അപ്ഡേഷൻ വന്ന സമയത്ത്. ഡോർ പാഡിൽ എടുത്ത് പറയേണ്ടത് സ്റ്റോറേജ് സ്പേസ്, നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. അത് കളർ തീമിൻ്റെ മികവൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, വളരെ ലൈറ്റായിട്ടുള്ളത്, കുറച്ച് ഡാർക്കും എല്ലാം കൂടെ വാരി കൂരി കുറച്ച് കളർ തീമുകൾ നൽകിയിട്ടുണ്ടെന്ന് മാത്രമേ, അതൊന്നും വലിയ മികവായിട്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ തൈ സപ്പോർട്ട് എടുത്ത് പറയണം, സ്പേസ് പക്കയാണ്. ഈ ഒരു സീറ്റ് ഞാൻ അത്യാവശ്യം പുറകിലേക്ക് ഇട്ടേക്കുവാണ്, സ്പേസ് പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഈ ഒരു സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റും കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും നൽകിയിട്ടുണ്ട്. ജസ്റ്റ് ഞാൻ കാണിച്ചില്ല, അതിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ ഒരു ഹുക്ക് നൽകിയിട്ടുണ്ട്, നമുക്ക് എന്തെങ്കിലും ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഇത് അവർ നൽകിയിട്ടുള്ളത്. ഇവിടെയും നൽകിയിട്ടുണ്ട്, അവിടെയും നമുക്ക് എന്തെങ്കിലും ഹാങ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 2 ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റബിൾ ആണ് നൽകിയത്. റിയർ AC വെൻറ്റ് വരുന്നുണ്ട്. ചാർജിങ് സോക്കറ്റ് ഇല്ല, പക്ഷേ റിയർ AC വെൻറ്റ് നൽകിയിട്ടുണ്ട്. ഒരുപാട് അങ്ങ് സ്കൂപ്പ് രീതിയിലുള്ള ഡിസൈൻ പാറ്റേൺ അല്ല, എന്നാൽ സ്കൂപ്പ് രീതിയിൽ തന്നെ, അതങ്ങ് ഭയങ്കരമായിട്ട് പറയേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. അപ്പോൾ ഇവിടെ തന്നെ നേരെ നമുക്കിനി എഞ്ചിൻ ബേയിലേക്ക് പോകാം. അവിടെ പോയി എഞ്ചിൻ്റെ കാര്യങ്ങൾ, ഡീസൽ ഓപ്ഷനും പെട്രോൾ ഓപ്ഷനും നമുക്ക് അവൈലബിൾ ആണ്. അതെന്താണെന്നുള്ളത് കാണിച്ചു തരാം. ഹുഡൊക്കെ നല്ല വെയിറ്റ് ആണ് കേട്ടോ, അത്യാവശ്യം കൊള്ളാം, വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിപ്പോൾ പെട്രോൾ ഓപ്ഷനാണെന്ന് ഞാൻ പറഞ്ഞു. അത്യാവശ്യം വൈഡായിട്ട് ഇത് തുറന്നു വെക്കാനും പറ്റുന്നുണ്ട് കേട്ടോ, അത് നല്ല രസമൊക്കെ കൊള്ളാം. ഇതിപ്പം നിനക്കുന്നത് ഒരു പെട്രോൾ ഓപ്ഷനാണ്. പെട്രോളിലേക്ക് വരുന്ന സമയത്ത് 1.2 ലിറ്ററും ഡീസലിലേക്ക് വരുന്ന സമയത്ത് 1.5 ലിറ്ററുമാണ് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത്. ഇപ്പോൾ താഴ്ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഇൻസുലേഷനോ കാര്യങ്ങളൊന്നും താഴ്ഭാഗത്ത് നൽകിയിട്ടില്ല. അത്യാവശ്യം നല്ല കവറായിട്ടിരിക്കുന്ന രീതിയിൽ, ആ എഞ്ചിൻ ബേ ഫുള്ളി കവറായിട്ടിരിക്കുന്നുണ്ട്. 1.5 ലിറ്ററാണ് ഡീസൽ, 4 സിലിണ്ടർ, 84 PS, ഒരു 262 ഓർക്കും. നമുക്കൊരു 19-20 റേഞ്ചിൽ മൈലേജ് പ്രതീക്ഷിക്കാം ഡീസലിന്. പെട്രോൾ ആണെങ്കിൽ 1.2 3 സിലിണ്ടർ, 88 PS, 170 Nm. എനിക്ക് തോന്നുന്നു ഒരു 16-17 റേഞ്ചിലൊക്കെ മൈലേജ് നമുക്ക് പ്രതീക്ഷിക്കാം പെട്രോൾ ഓപ്ഷൻ. ഇപ്പോൾ വേറെ കാര്യങ്ങളൊന്നുമില്ല എഞ്ചിൻ ബേയെ കുറിച്ച് പറയാനായിട്ട്. ഇൻസുലേഷനൊക്കെ നൽകിയിട്ടുണ്ട്, അത്യാവശ്യം വൈഡായിട്ട് തുറക്കാനും പറ്റുന്നത്, അത്യാവശ്യം വെയിറ്റും വരുന്നതാണ്. ജസ്റ്റ് ഒന്ന് വിട്ടാൽ മതി, കണ്ടോ, അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കണ്ടല്ലോ, ഇത്രയുമാണ് ഈ ഒരു നെക്സോണിൻ്റെ വിശേഷം. 3rd വേരിയൻ്റ് ആണ്, അത്യാവശ്യം ഫീച്ചേഴ്സ് വരുന്ന വാഹനമാണ്. വാല്യൂ ഫോർ മണി തന്നെയാണ്. അപ്പം വിളിക്കേണ്ടവർക്ക് വിളിക്കാം, നമ്പർ കൊടുത്തിട്ടുണ്ട്, വിളിച്ചാൽ മതി. മുത്തൂറ്റിലാണ് വീഡിയോ ചെയ്തത്, കൊല്ലം മുത്തൂറ്റാണ് ഷോറൂം വരുന്നത്. വാല്യൂ ഫോർ മണിയായിട്ട് പറയാൻ പറ്റിയ വേരിയൻ്റ് ആണ്. പെട്രോളുണ്ട്, ഡീസലുണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഇലക്ട്രിക് വേണമെങ്കിൽ അത് വരുന്നുണ്ട്. എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട്. ജസ്റ്റ് വിളിച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് വേറെ ഒന്നുമില്ല ഇന്നത്തെ വീഡിയോയിൽ. ഇതേപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അടുത്ത ദിവസം വരെ. അതിൽ എല്ലാ കൂട്ടുകാർക്കും ബൈ.